നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് മറിഞ്ഞിരിക്കുന്നത്, എന്താണ് ഹിഡൻ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, കാർഡ്സിൽ ഷഫിൾ ചെയ്ത് വെച്ചേക്കാന്ന് ഓരോന്നായി നോക്കാം. പേജ് ഓഫ് വോൺസ് റിവേഴ്സ്ഡ്. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് ഒരു നിങ്ങൾ ഒരു കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എസ്പെഷ്യലി എനിക്ക് കാണുന്നത് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് കാണുന്നില്ല. നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് കാമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു അതൊന്നും വെറി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഓക്കെ, അത് നല്ലൊരു ആറ്റിറ്റ്യൂഡായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് കൂടുതൽ നിങ്ങൾ ആൾക്കാർ സെൽഫ് അബ്സോർബിങ് അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നല്ല രീതിയിൽ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനൊന്നും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നു നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും മറ്റുള്ളവരെ ഞാൻ ഇത് ചെയ്യാൻ പോവാണ്, ഞാൻ അങ്ങനെ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റേറ്റസ് ഇട്ട് അങ്ങനെയൊന്നും ഉള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് കാണുന്നില്ല. നിങ്ങൾ ഭയങ്കര സെൽഫ് അബ്സോർബിംഗ് ആയിട്ട് നിങ്ങൾ യു ആർ ജസ്റ്റ് ലിവിങ് ദ ലൈഫ് യുവർ വേ. അതുപോലെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നു. ഓക്കെ ഓക്കെ 10 ഓഫ് സോൾസ്. നിങ്ങൾക്ക് പല ഒരു ഒന്നെങ്കിൽ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒന്നിക്കുള്ള ഫ്രണ്ട് നിങ്ങളോട് അടുത്ത് തന്നെ ഫോണിൽ വിളിച്ച് നല്ലൊരു അല്ലെങ്കിൽ നല്ല നേരിട്ട് കണ്ടൊരു നിങ്ങളൊരു ഡീപ്പ് കോൺവെർസേഷൻ നടക്കുമെന്നാണ് കാണുന്നത്. ആ ഡീപ്പ് കോൺവെർസേഷൻ നിങ്ങൾ അത് കഴിയുമ്പോൾ ഭയങ്കര റിലീഫ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതൊരു ഫ്രണ്ട് ആകാം അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആകാം, എന്തായാലും ഏതൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടാകും. ഓക്കെ, അത് നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആകും. അപ്പം ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ജഡ്ജ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ആയിരിക്കും. നിങ്ങൾ നല്ലപോലെ ഡീപ്പായിട്ട് സംസാരിക്കാൻ പറ്റിയൊരു ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഓൾറെഡി ഉള്ള ആളായിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ ഓൾറെഡി ഉള്ള ആളായിരിക്കും. നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നു കാണില്ല. പക്ഷെ ഈ ഒരു നിയർ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു വ്യക്തി ലൈഫിൽ വന്ന് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആകും. ഓക്കെ, എപ്പോഴും ഇങ്ങനെ ഞാൻ പറഞ്ഞ വെച്ചാൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിൽ കൊണ്ട് നടക്കാതെ ഒരു 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 വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അത് എന്താ പറഞ്ഞു തീർക്കുമ്പോൾ അത് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും. ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് കാർഡ് 2 ഓഫ് കപ്സ് റിവേഴ്സ്ഡ്. ഇത് എനിക്കത് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് ഒന്നെങ്കിൽ ലൈഫിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫ്രണ്ടുമായിട്ട് ഒരു ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ഉണ്ടായി. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും ഈ ഫ്രണ്ട് ഇത്രയും നാൾ ഈ പേഴ്സൺ എൻ്റെ ലൈഫിൽ ഇത്രയും നാൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഷെയർ ചെയ്തില്ല. അവരും ഇതുപോലെ തിരിച്ച് ഷെയർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരുടെ കാര്യങ്ങളും. അപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തമ്മിൽ പറയും എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളിലുണ്ടായിട്ട് ഇങ്ങനെ നേരത്തെ ഇതൊന്നും ഷെയർ ചെയ്തില്ല എന്നൊക്കെ. അതാ ഇവിടെ കാണിക്കുന്ന ഒരു ഹിഡൻ അതൊരു ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഹായ് ബൈ റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ അവിടെ നിന്നൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരും. ഓക്കെ, നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലൊരു വ്യക്തി ഇപ്പൊ നിങ്ങളുടെ ലൈഫിലുണ്ട്. അത് എന്താ പറയുക, അവർ മറിഞ്ഞിരിക്കുവാണ്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തുണ്ടാവില്ല ഇങ്ങനെ നിങ്ങൾ വന്ന് നല്ലോണം സംസാരിച്ച ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ്. ഞാൻ പറയുന്നത് ലവേഴ്സ് അല്ല, ലവേഴ്സ് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പും എല്ലാ രീതിയിലും ഒരു കൊളീഗ് ആണെങ്കിലും എല്ലാം ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു പേഴ്സൺ ജസ്റ്റ് ലുക്ക് ഔട്ട് ഫോർ എ പേഴ്സൺ. അങ്ങനെ ഒരു പേഴ്സൺ ലൈഫിലുണ്ടെങ്കിൽ ആ പേഴ്സണെ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ എങ്ങാനും അങ്ങനെ ഒരാൾ ക്ലോസ് ആയിട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് അവരുമായിട്ട് നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതൊരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്കിവിടെ കാണുന്നത് വെച്ചാൽ ഒരു കംപ്ലൈനിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇത് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഒരു ഫെയിലിയർ ആണ്. ഇങ്ങനൊരു ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് കംപ്ലൈൻ ചെയ്യും അല്ലെങ്കിൽ ആരോടെങ്കിലും ഫ്രണ്ട്സിനോടൊക്കെ ഇരുന്ന് കംപ്ലൈൻ ചെയ്യും. അങ്ങനെ ഒരു എനിക്കിതൊന്നും ഇല്ല, നിങ്ങൾക്കതുണ്ടല്ലോ, ഇങ്ങനെ എപ്പോഴും ഒരു കംപ്ലൈനിങ്. പക്ഷെ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. ഇപ്പം ഞാൻ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ചിലവർ തന്നെ ശരിയാണല്ലോ ഞാൻ ഇങ്ങനെയാണെന്ന് തന്നെ പറയുന്നത് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഈ ഒന്ന് നിർത്തുവോ, ഈ കംപ്ലൈനിങ് ഒന്ന് നിർത്തുവോ, നിങ്ങൾ ചുമ്മാ ഓവറാണ് ഈ കംപ്ലൈനിങ് എന്നൊക്കെ. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറയുന്നത് വെച്ചാൽ നിങ്ങളിപ്പം കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരുപാട് കോളേജിലും സ്കൂളിലും ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ കാണും. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് പോകുന്ന വേണ്ടി വരും. പക്ഷെ അതുപോലെ
നിങ്ങൾ ഒരുപാട് ഒരു ബെസ്റ്റീസ് എന്നല്ലാതെ വേറെ കുറച്ച് ആൾക്കാർ ക്ലാസ്സിലും ഹോസ്റ്റലിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അവരുമായിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് പരിചയം ഉണ്ടാവില്ല. അത്രയ്ക്ക് ഒരു ജസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നില്ല, ഹായ് ബൈ റിലേഷൻഷിപ്പ് ആയിരിക്കും. അവരിലൊരാൾ വന്നിട്ട് ഒരു ദിവസം നിങ്ങളോട് ഭയങ്കര ഡീപ്പ് കോൺവെർസേഷൻ നടത്തി നിങ്ങളുടെ തെറ്റുകൾ അവർ പറഞ്ഞു കൊടുക്കും. ചിലപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ ആൾക്കാർ പറയുന്നുണ്ടാക്കും, ഈ കുട്ടി എന്തൊരു കംപ്ലൈനിങ് ആണ്, ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ നിൽക്കാൻ എന്നൊക്കെ. പക്ഷെ ഈ വരുന്ന വ്യക്തി അവര് ഇപ്പൊ നിങ്ങളുള്ള ഫ്രണ്ട് ചിലപ്പോൾ നിങ്ങളോട് പറയത്ത് പോലും ഉണ്ടാവില്ല ഫ്രണ്ട്സ്. അപ്പം ഈ വരുന്ന വ്യക്തി നിങ്ങളോട് അത് പറയും, നിങ്ങളോട് തുറന്ന് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ കുറ്റങ്ങളും പറയും. ഇത് നിർത്തുക, ഇത് വേണ്ട, ഈ കംപ്ലൈനിങ് വേണ്ട എന്ന്. അപ്പൊ മനസ്സിലായോ, ഒരു ഹിഡൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. So the next card, the Chariot reversed. ഇത് തന്നെയാണ്. സോ ഇത് തന്നെ നിങ്ങളൊരു കംപ്ലൈനിങ് നിർത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ്, അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ, ഇത് വേണ്ട, ഇത് ചെയ്യണ്ട, ഇത് നിർത്താവോ എന്ന് പറഞ്ഞാൽ അവരൊരു കുറ്റപ്പെടുത്തലോ അങ്ങനെ ആയിരിക്കില്ല. അവരൊരു സ്നേഹത്തോടെ ഒരു എന്താ പറയുക, ഒരു പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കും അത് ആ രീതിയിൽ തന്നെ എടുക്കും. നിങ്ങൾ അതുപോലെ ആയിരിക്കും അവരത് പറയുന്നത്. നിങ്ങൾ ചിലപ്പം ചില ഒരു മിസ്റ്റേക്സ് ഭയങ്കര കുറ്റപ്പെടുത്തി പറയുന്നത് അങ്ങനെയൊന്നും അല്ല. ഇവര് നിങ്ങളുടെ മിസ്റ്റേക്സ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യല്ലേ, ഇതിന് നീ കംപ്ലൈനിങ് നിർത്തിയിട്ട് നിന്റെ ലൈഫിലെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ലൈഫിലുള്ളത് അത് കാര്യങ്ങൾ നോക്കുക. ആ ബ്ലെസ്സിങ്സ് നോക്കാതെ എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് എപ്പോഴും ഫോക്കസ് ചെയ്ത് അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്ത് ലൈഫ് നെഗറ്റിവിറ്റിയിലോട്ട് ഓരോ ദിവസം കൊണ്ടുപോകാതെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ എന്താ പറയുക ബ്ലെസ്സിങ്സ് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട് എപ്പോഴും നിങ്ങളോട് പറയുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ലൈഫിൽ എന്തൊക്കെയുണ്ട് അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. രാവിലെ എണീക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളൊരു ഡയറിയിൽ എഴുതുക, എന്തൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് നല്ലതായിട്ടുണ്ട്. ഒന്നെങ്കിൽ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിനോട് ഒന്ന് പ്രേ ചെയ്യാവോ, ഇത്രയും എൻ്റെ ലൈഫിലുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനും നോക്കിയാൽ മതി, ഇത്രയും നല്ലൊരു വീട് എനിക്കുണ്ടല്ലോ, ഇത്രയും നല്ലൊരു സോഫ എനിക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ജോബ് എനിക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ആ പഴയ കമ്പനിയിൽ നിന്ന് എങ്ങനെയും മാറിയല്ലോ. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ടാകും. ഇപ്പം യൂണിവേഴ്സിന് തരാനുള്ള മെസ്സേജ് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, നിങ്ങൾ കണ്ണ് തുറന്ന് ആ ബെഡിൽ തന്നെ ഇരുന്ന് ഗ്രാറ്റിറ്റ്യൂഡ്. സെൽഫ് ഒരു ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളത് അത് വെച്ചൊരു ഒന്നെങ്കിൽ ഒന്ന് ജേർണൽ ചെയ്യുക, ഒന്ന് എഴുതുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പ്രാർത്ഥിക്കുക, ഇത്രയും എനിക്ക് തന്നല്ലോ, ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളത്. അത് ഭയങ്കര നല്ലതായിരിക്കും. നോ മോർ കംപ്ലൈൻറ്റ്സ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഭയങ്കര ഒരു ബിസി ആകും ഈ ഒരു ഫ്യൂച്ചറിൽ, നിയർ ഫ്യൂച്ചറിൽ കുറച്ച് പെട്ടെന്ന് ബിസി ആകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ്ഡ്. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ലൈഫിൽ ഒരു നല്ല കാര്യം വരുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു പിന്നെ നിങ്ങൾ കുറച്ച് നാൾ എന്തെങ്കിലും വർക്കിൽ നിന്ന് ബ്രേക്ക് എടുത്തെങ്കിൽ ഒരു നല്ലൊരു ജോലി കിട്ടും. നിങ്ങൾ ഇഷ്ടമുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. ജോബ് മാത്രമല്ല, മേ ബി ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം റീസ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് മാത്രമല്ല, എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത്, നിങ്ങൾ ഒരു കാര്യത്തിന് ജോയിൻ ചെയ്യുമ്പോൾ ഒരു പുതിയ ആളായിട്ടാണല്ലോ ജോയിൻ ചെയ്യുന്നത്, കോഴ്സിനായാലും ഒരു പുതിയ ജോലിക്കായാലും. അവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾ, നിങ്ങൾ ഇപ്പോൾ ഒരു ജോബിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന വെച്ചാൽ അവിടെ തന്നെ ഓഫീസിൽ തന്നെ ഉണ്ടായ പഴയ ആൾക്കാർ, ലേസി ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് കുറേ കാര്യങ്ങൾ വർക്ക് ഇത് പുതിയ ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നോക്കും. സോ അത് ചെയ്യല്. ക്രിയേറ്റ് ബൗണ്ടറീസ്. നിങ്ങളൊരു പുതിയ ആളാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഒരു ഹെൽത്തി ബൗണ്ടറി അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അത് ഇവിടെയും എനിക്ക് സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ് ആണ് കാണുന്നത്. എന്തൊക്കെ സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും, അത് വീട്ടിലായാലും ഓഫീസിലായാലും കോളേജിലായാലും, നിങ്ങൾ സ്വന്തമായിട്ട് സ്നേഹിക്കുക. സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് ഈ കാർഡ്സിൽ കാണുന്നത് നിങ്ങൾക്ക് കുറച്ച് ലാക്കിംഗ് ആണ്. ഈ കംപ്ലൈനിങ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് കാർഡ് എടുക്കാം, 10 of Cups.
നിങ്ങൾ എന്താ പറയുക, കുറച്ചും കൂടെ ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കാണുന്നില്ല. ഓക്കെ, സോ ഇനി നിങ്ങൾ അത് കുറച്ചും കൂടെ നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്ത് നോക്കൂ, എൻ്റെ ലൈഫ് എന്ത് നല്ലതാ എന്ന് നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരും. അത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞുതരൂ, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ റോഡ് ട്രിപ്പിന് പോകണം എന്നാണ് എനിക്ക് കാണുന്നത്. ഒന്നെങ്കിൽ വലിയ പൈസ മുടക്കിയല്ല, അല്ലാതെ ജസ്റ്റ് ഒരു പാർക്കിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തിലേക്ക് ഒരു ട്രിപ്പ് പോവുക. ജസ്റ്റ് ഒന്ന് നിങ്ങളെ റിഫ്രഷ് ചെയ്യാൻ, നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, അപ്പം നിങ്ങൾ പെസിമിസ്റ്റിക് ആവാതെ ഒപ്റ്റിമിസ്റ്റിക് ആവാം. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് തന്നെ ഓർത്തോണ്ടിരിക്കാതെ, അത് നെഗറ്റിവിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ പെസിമിസ്റ്റിക് ആവുകയാണെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എന്ന് കംപ്ലയിൻറ്റ് ചെയ്താൽ ഇതിനൊരു സൊല്യൂഷൻ കാണത്തില്ല. അപ്പം നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇത് എങ്ങനെ എനിക്ക് സോൾവ് ചെയ്യാം, ആ രീതിയിൽ ചിന്തിച്ച് അത് സോൾവ് ആക്കാൻ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നാളത്തെ ലൈഫ് ഈസി ആക്കാൻ, ഇപ്പോൾ സപ്പോസ് ഇന്ന് നാളെ നിങ്ങൾക്ക് ഇപ്പോൾ ജോബൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും വർക്ക് ലോഡും ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഓർത്ത് കംപ്ലയിൻറ്റ് ചെയ്യാതെ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും നാളെ അത് ഈസി ആക്കാൻ എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് കാർഡ്, ഏസ് ഓഫ് സോർട്സ്. ഓക്കെ, സോ ദ ലാസ്റ്റ് കാർഡാണ് ഏസ് ഓഫ് സോർട്സ് എടുത്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് കാണുന്നത് ഈ സെയിം കാര്യമാണ്. നിങ്ങൾ കുറച്ച് stubborn ആണ്, വേറൊന്നും അല്ല, നിങ്ങൾക്ക് വാശിയൊന്നുമല്ല. നിങ്ങൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ചിന്തിച്ച് പഴയ പാസ്റ്റ്, അന്ന് ഞാനത് ചെയ്തു പോയല്ലോ, അയ്യോ ഇന്നലെ ഞാനത് ചെയ്തല്ലോ, അതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെ എപ്പോഴും പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ വിഷമങ്ങൾ ആലോചിച്ച് അത് നിങ്ങൾക്ക് നിങ്ങളത് വിട്ടുമാറുന്നില്ല. നിങ്ങൾ stubborn-ആയിട്ട് അതിൽ തന്നെ പിടിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ഫ്രണ്ട് വന്ന് നിങ്ങളെ പറയുന്നുണ്ട്, പക്ഷെ ഇതേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയോ നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും പറയുന്നുണ്ടാകും. പക്ഷെ എന്നാലും നിങ്ങൾ അങ്ങനെയല്ല, അവർ പറയുന്ന പോലെ അല്ല, വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ജസ്റ്റ് ലീവ് ഇറ്റ്. അങ്ങനെ ഒരു stubborn എനർജി ഉണ്ടാകാതെ ജസ്റ്റ് ലീവ് ചെയ്യുക. ഓക്കെ, പിന്നെ എനിക്കിവിടെ ഒരു സോഡിയാക് സൈൻ സ്കോർപ്പിയോ അല്ലെങ്കിൽ ലിബ്രയാണ് നിങ്ങൾ എന്നാണ് എനിക്ക് കാണുന്നത്. അപ്പം ഇങ്ങനെ ഇതുപോലത്തെ ഒരു എനർജിയാണ് കൂടുതൽ ഇങ്ങനെ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുക. ഓക്കെ, സോ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു ഓവറോൾ സമ്മറി പറയുവാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഹിഡൻ ആയിട്ട് പല കാര്യങ്ങളും ലൈഫിലുണ്ട്. ഓക്കെ, ഈ ഹിഡൻ എന്ന് പറയുന്നത് ഒളിച്ചിരിക്കുന്നു എന്നല്ല, നിങ്ങൾ ആലോചിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളത് ഒരു മനസ്സിലാകാത്ത റിയലൈസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. എസ്പെഷ്യലി ഞാൻ പറയാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കും. പക്ഷെ നിങ്ങൾ തന്നെ ഓർക്കുക, നമ്മുടെ പാരൻസ് ജീവിച്ചിരിപ്പുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പാരൻസ്, ബ്രദർ, സിസ്റ്റർ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, വൈഫ് ഉണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ആർഗ്യുമെൻസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾ ആലോചിക്കും നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ കൂടെ ഇല്ലേ. അപ്പം കുറേ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ലൈഫിൽ ഉണ്ട്, പക്ഷെ നിങ്ങളത് റിയലൈസ് ചെയ്യുന്നില്ല. അതാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പം അതൊക്കെ ഈ റിയലൈസ് ചെയ്യാത്തതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹിഡൻ ആയിട്ടിരിക്കുവാണ്. അത് എക്സ്പ്ലോർ ചെയ്തെടുക്കുക. ഓക്കെ, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ആക്കുക. അത് മനസ്സിലാക്കാൻ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്, പക്ഷെ അത് അവർ പുറത്ത് വരും. ഓക്കെ, കൂടുതൽ എനിക്ക് ഫ്രണ്ടായിട്ടാണ് കാണുന്നത്, ഒരു ലവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് കാണുന്നില്ല ഇവിടെ. ഓക്കെ, അപ്പോൾ ആ ഫ്രണ്ട് വരുമ്പോൾ അവരുമായിട്ട് കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഡീപ്പ് കണക്ഷൻ അവരുമായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. താങ്ക് യു.